ഹായ്, നമസ്കാരം. ഞാൻ നേമം ബൈജു ആണ്. ഞാൻ പറയാൻ പോകുന്ന വിഷയം നേമം കല്ലൂർ ഭാഗത്ത് ഇവിടെ കുരുവിക്കാട് കുന്നത്തുവിള എന്ന് പറയുന്ന സ്ഥലത്ത് ഇന്നലെ രാത്രി 1 മണിക്കും 2 മണിക്കും ഇടയ്ക്കായിട്ട് സ്വന്തം ഭർത്താവ് ഭാര്യ വെട്ടി കൊല്ലുകയുണ്ടായി. ബിൻസി എന്ന് പറയുന്ന ബസ് 12ാം വാർഡിലെ നമ്മളെ പള്ളിയറ ക്ഷേത്രത്തിന്റെ അവിടെയാണ് താമസിക്കുന്ന 2 മക്കളുണ്ട്. ഞാൻ കിച്ചുചേട്ടൻ എന്ന് പറയുന്ന മാമി ഒന്ന് പറഞ്ഞത് ഇവിടെ അവിടെ ഒരു ആൻറ്റി ബ്ലഡ് കിടക്കണ്, ഇങ്ങനെ ചെന്ന് നോക്കാൻ പറഞ്ഞു. ഞാൻ ഒറ്റയ്ക്ക് നോക്കിയപ്പോൾ അവിടെ പുതപ്പ് മൂടി കിടക്കണാണ്. പുതപ്പെല്ലാം മാറ്റിയപ്പോൾ ബ്ലഡ് കിടന്നു. കുറെ 3 ഷീറ്റായിരുന്നു മൂടിയിരുന്നത്. ഇടയ്ക്കിടയ്ക്ക് പിണക്കും ഇതൊക്കെ ഇടയ്ക്കിടയ്ക്ക് വരാറുണ്ട്. പോലീസ് ഇങ്ങനെ ഒരു കംപ്ലൈന്റ് കൊടുക്കാറുണ്ട്. അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടായിരുന്നെങ്കിൽ ഒരുമിച്ച് ജീവിക്കുന്നതൊക്കെ വരുന്ന കൊച്ചാണ്. എല്ലാ മാസവും ഞങ്ങളുടെ വീട്ടിൽ വരും. ഹരിതകർമ്മയിലായതുകൊണ്ട് വീട്ടിൽ വരും. ഞങ്ങൾ നല്ല സഹകരണമാണ്, നല്ല പാവമാണ്, നല്ല സാമർഥ്യവും ആരോഗ്യത്തോടു കൂടി കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ കഴിവുള്ള ഒരു കൊച്ചാണ്. അങ്ങനെയാണ് ഹരിതകർമ്മ സേനയിൽ അവൾക്കൊരു ജോലി കിട്ടി. ഈ ജോലിയുടെ ഭാഗമായിട്ട് ഈ പൈസ കൊണ്ട് തന്നെയാണ് അവള് ആ വീട് നിത്യവൃത്തി കഴിച്ചു കൂട്ടുന്നതും ആ കൊച്ചുങ്ങളെ നല്ലതായിട്ട് നോക്കുന്നതും. പക്ഷെ അവളെ ഭർത്താവ് മദ്യപാനിയാണ്. നമ്മളെ വീട്ടിന്റെ അടുത്താണെങ്കിലും അവര് നമ്മളായിട്ടൊക്കെ വലിയ കമ്പനി ആയിട്ടുണ്ട്. ഭാര്യയും വലിയ സ്നേഹത്തിലായിരുന്നു. ഇത് കേട്ടപ്പോൾ തന്നെ നമുക്കൊരു ബുദ്ധിമുട്ട്, ഒരു പ്രയാസം തോന്നി. സംഭവം അവര് എന്നും വഴക്കം തടുക്കണമെന്ന് ചെറിയ രീതിയിൽ കുടുംബ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതല്ലാതെ വേറെ വലിയ പ്രശ്നങ്ങൾ ഈ കേരളത്തിലുള്ള ഒരു പ്രശ്നം ഉണ്ടാവാനുള്ള സാധ്യതയില്ല, കുറവാണ്. പ്രശ്നവും കാര്യമില്ല. അവർ ഒരുമിച്ചൊക്കെ തന്നെ പോണത് കാണാറുള്ളത്. അപ്പൊ ഇവിടെ നാട്ടുകാരൊന്നും വിളിയൊന്നും കേട്ടില്ല. ഒരു തൊട്ടടുത്ത് വീടൊക്കെ ഇരുന്നിട്ട് പോലും അറിഞ്ഞിട്ടില്ല. തൊട്ടടുത്തൊക്കെ വീടൊക്കെ ഇരിക്കണം, ആരും അറിഞ്ഞിട്ടില്ല ആ സംഭവം. രാത്രി പല വീട്ടിനെങ്കിലും അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട്. നമ്മളോടൊക്കെ വന്ന് പറയാം. അപ്പൊ നമ്മൾ പറയും സമാധാനത്തോട് ജീവിക്കുക, നമ്മളെ ഭർത്താവിന്റെ ഒരിക്കലത്തേക്ക് ക്ഷമിക്കുക എന്ന് പറയും. പക്ഷെ ഇത്രയും കഴിവുള്ള ഒരു കൊച്ചിനെ ഇങ്ങനെ ചെയ്തത് ഏറ്റവും വലിയ തെറ്റായിപ്പോയി. നമ്മുടെ സഹപ്രവർത്തക പോയി പറയുള്ളൂ. എന്ത് പറയാം, അവളെ കുറിച്ച് നല്ല അഭിപ്രായം നമുക്ക് പറയാവുള്ളൂ. കാരണം വെച്ചാൽ അവള് പാട്ടിലായിരുന്നാലും ഡാൻസിലായിരുന്നാലും എന്ത് കാര്യത്തിനും നല്ല ആക്റ്റീവാണ്. നമ്മുടെ പഞ്ചായത്തിലായിരുന്നാലും നല്ല ആക്റ്റീവാണ്. നല്ലൊരു കൊച്ചായിരുന്നു. നമുക്ക് പറയാൻ വാക്കുകളില്ല. കാരണം അത്രയ്ക്കൊരു നമുക്ക് എന്ത് കാര്യം വന്നാലും നമ്മളെ ഒരു സപ്പോർട്ടായിരുന്നു. നമ്മുടെ അത്രയ്ക്ക് എന്ത് കാര്യം വന്നാലും നമ്മളടുത്ത് സഹകരിക്കുന്ന കൊച്ചാണ്. പക്ഷെ അവള് ഇങ്ങനെ എന്തോ ഒരു കളിവാക്കൂർ എന്തോ പറഞ്ഞു. പക്ഷെ സംഭവിക്കുമെന്ന് നമ്മളാരും പ്രതീക്ഷിച്ചു. നമ്മളിവിടെ ജോലി ചെയ്യുന്ന ഒരു കൊച്ചാണ്. നല്ല ഡാൻസിനും പരിപാടിക്കൊക്കെ എല്ലാം നമ്മളെ കൂടെ നിൽക്കുന്ന കൊച്ചായിരുന്നു. പക്ഷെ ഇങ്ങനെ വരുമെന്ന് നല്ലൊരു കൊച്ചാണ്. വേല ഇതാണ് ജീവിക്കുന്നത്. കർമ്മസേനയിലുള്ള സ്റ്റാഫാണ്. മെനങ്ങാന്ന് വന്ന വീടുകളിൽ നിന്ന് വേസ്റ്റ് എടുത്തുകൊണ്ട് പോയതാണ്. പക്ഷെ എന്താണ് നടന്നതെന്ന് നമുക്കറിയില്ല. എന്തായാലും പാവമാണ് അവള്. അവളെ കുറിച്ച് ഒന്നും ഒരു അഭിപ്രായം തെറ്റായിട്ട് പറയാനും. അതുപോലെ തന്നെ ഇതിന്റെ സത്യാവസ്ഥ എന്താണെന്ന് നമുക്കാർക്കും അറിയില്ല. മുമ്പ് ഈ പെൺകുട്ടി ഒരു 1-2 പ്രാവശ്യം നേമ സ്റ്റേഷനിൽ കേസ് കൊടുക്കുകയുണ്ടായിട്ടുണ്ട്. ഇവര് ഇടയ്ക്കിടയ്ക്ക് സ്നേഹവുമാണ്, പക്ഷേ എങ്കിലും ഇടയ്ക്കിടയ്ക്ക് ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷേ സത്യാവസ്ഥ എന്താണെന്ന് നമുക്ക് ഇതൊരു അറിയില്ല. നിയമം പോലീസാണ് പറയുന്നത്. അതേ സംശയപരമായിട്ടുള്ള ഒരു കാര്യമാണ്. പക്ഷേ നാട് അന്വേഷിച്ചപ്പോഴത്തേക്ക് പറയുന്നത് ഈ പെണ്ണൊരു നല്ല ഒരു സ്ത്രീയാണെന്നും നല്ല ഒരു ക്യാരക്ടറുമാണെന്നാണ് പറയുന്നത്. ഇന്ന് ഈ ലോകത്ത് ഏറ്റവും കൂടുതൽ വിപത്ത് എന്ന് പറഞ്ഞാൽ മൊബൈൽ ഫോണാണ്. അതേ നമ്മുടെ ഈ കൊറോണ സമയം കഴിഞ്ഞ കാലം തൊട്ടാണ് ഈ മൊബൈൽ ഫോൺ എല്ലാവർക്കും ഈ ടച്ച് ഫോൺ കൊണ്ടുപോകാൻ തുടങ്ങിയത്. അതായത് നമ്മളെ ഈ പഠിക്കുന്ന മക്കൾക്കായാലും ശരി തന്നെ എല്ലാവർക്കും ഈ മൊബൈൽ ഫോണിന്റെ വിഷയം തന്നെ ഏറ്റവും കൂടുതൽ ഈ പോക്സോ കേസ് ഉൾപ്പെടുന്ന ഒരുപാട് കേസ് ഈ കൊറോണ കാലം കഴിഞ്ഞതിന് ശേഷമാണ് ഈ ഇത്തരം വിഷയങ്ങൾ ഉണ്ടായത്. അപ്പോൾ ഈ ഫോണ് എപ്പോഴും കാര്യം ഈ നടന്ന കൊലയ്ക്ക് വരെ ഈ ഫോണിന് ഒരു പങ്കുണ്ടെന്ന് ഉള്ളത് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. കാര്യം ഞാൻ ഒരു കാര്യം ഇപ്പം ഈ ഫോണിലൂടെയാണ് ഏറ്റവും പ്രശ്നങ്ങളും കാര്യങ്ങളും എല്ലാം എപ്പോഴും ഉണ്ടാവുന്നത്. അത് എപ്പോഴും എല്ലാവരും ശ്രദ്ധിക്കുക. ആ അത്യാവശ്യം മാത്രം ഫോൺ ഉപയോഗിക്കുക. നമസ്കാരം. ഞാൻ ജില്ലാ പഞ്ചായത്ത് ഡിവിഷൻ മെമ്പറാണ്. നമ്മളിപ്പോൾ ആയിരിക്കുന്നത് ശാന്തിവിള ഹോസ്പിറ്റലിന്റെ ഫ്രണ്ടിലാണ്. നമുക്ക് അറിയാവുന്ന പോലെ കല്ലൂർ ഗ്രാമപഞ്ചായത്തിലെ കുന്നമ്മോട് വാർഡിലെ കുരുവിക്കാട് വരുന്ന പ്രദേശത്ത് ഇന്നലെ രാത്രി ഉണ്ടായ, അതായത് ഭാര്യ ബിൻസി എന്ന വ്യക്തിയെ ഭർത്താവ് വെട്ടുകത്തിക്ക് ഈ പറയുന്ന പോലെ വ്യക്തി കൊലപ്പെടുത്തിയ ഒരു സാഹചര്യം.